ഹലോ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MT നടത്തിയ അധിക പ്രസംഗമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. വേദിയിൽ മുഖ്യമന്ത്രിയും മരുമോനും ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ചില പ്രധാന പോയിന്റുകൾ: അർഹിക്കുന്നവരുടെ അഭാവം മൂലം രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മൂല്യച്യുതി, രാഷ്ട്രീയം എന്നത് അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗം മാത്രമാണ്, എവിടെയും ആധിപത്യവും സർവാധിപത്യവും കടന്നുവരാം. നോട്ട് ദ പോയിന്റ്. എവിടെയും ആധിപത്യവും സർവാധിപത്യവും കടന്നുവരാം. നയിക്കാൻ ചിലരും നയിക്കപ്പെടാൻ ഏറെ പേരും ഉള്ള ഒരു സംഗതി അല്ലെങ്കിൽ ഉള്ള ഒരു സിസ്റ്റത്തെ മാറ്റാനാണ് EMSനെ പോലുള്ളവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാത്തത്. ഇങ്ങനെയൊക്കെയുള്ള ചില താത്വിക അവലോകനങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇത് മുൻപേ എഴുതി വെച്ച പ്രസംഗമായിരുന്നു, അത് നോക്കി അദ്ദേഹം വായിക്കുകയായിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അപദാനം വാഴ്ത്തിപ്പാടുന്നവരും ഭരണ സ്വാധീനം ഉപയോഗിച്ച് അനധികൃതമായ അംഗീകാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരും സടകുടഞ്ഞെഴുന്നേറ്റു. ഒട്ടും വൈകില്ല ഭൂതഗണങ്ങൾ തങ്ങളുടെ നായകനെ പ്രതിരോധിക്കാൻ ആസ്ഥാന വാഹനമായ ഇന്നോവയിൽ വന്നിറങ്ങി. അതിലേറ്റവും മുന്നിൽ നിന്നത് എന്നും സഖാവിന് വേണ്ടി ഘോരഘോരം വാദിച്ചിട്ടുള്ള കൺവീനർ EP ജയരാജനാണ്. അതെ, കേരളത്തിന് വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടിയ മുഹമ്മദ് അലിക്ക് വേണ്ടി കണ്ണീർ വാർത്ത അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നടുക്കവും ഞെട്ടലും രേഖപ്പെടുത്തിയ അതേ EP ജയരാജൻ. ഇപ്പോഴത്തെ വിദ്യ ആഭാസ മന്ത്രിയെ നരാധമന്മാരായ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട് നെഞ്ചുപൊട്ടി കസേര കൊണ്ട് അവരെ തടയാൻ ശ്രമിച്ച ധീരനായ EP ജയരാജൻ. കേരയിൽ വന്നു കഴിയുമ്പോൾ ആകാശത്തുകൂടെ തലങ്ങും വിലങ്ങും പായുന്ന വിമാനങ്ങൾ സ്വപ്നം കണ്ട EP ജയരാജൻ, ഇൻഡിഗോയോട് പിണങ്ങി അവിടെ വിമാനങ്ങൾക്ക് ഗോ പറഞ്ഞ EP ജയരാജൻ. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം നായകനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇത്രയും വയസ്സ് എന്നിട്ടും സാഹിത്യരംഗത്ത് അതികായനായി തിളങ്ങി നിൽക്കുന്ന MT ഒരിക്കലും പിണറായിയെ വേദിയിലിരുത്തി അദ്ദേഹത്തെ കുറ്റം പറയില്ല. നോട്ട് ദ പോയിന്റ്. പിണറായിയെ വേദിയിലിരുത്തി കുറ്റം പറയില്ല, അല്ലാതെ കുറ്റം പറയുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞത്, EP ജയരാജന്റെ അഭിപ്രായ പ്രകാരം MT പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കുത്തക നയങ്ങൾക്കെതിരെ, ഏകാധിപത്യത്തിനെതിരെ, ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെയാണ് നമ്മുടെ MT പറഞ്ഞതെന്നാണ് സഖാവ് EP ജയരാജൻ കൺവീനർ പറയുന്നത്. ഇത്രയും പ്രായമായിട്ടും സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന MT എന്ന അതികായനെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതേ എന്നാണ് സഖാവ് EP ജയരാജന്റെ അഭ്യർത്ഥന. ഇടനെഞ്ചു പൊട്ടിയുള്ള അഭ്യർത്ഥന. ആ അഭ്യർത്ഥന ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ആരോപണം വന്നത് സാഹിത്യ മേഖലയിൽ നിന്നായതുകൊണ്ട് അതിനെ എതിർക്കുന്നവരും അതേ മേഖലയിൽ നിന്നുള്ളവർ തന്നെയായിരിക്കണം. എതിരാളി രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ 51 വെട്ടിൻ്റെ ഒരു പ്രത്യേക ഫോർമുല നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സാഹിത്യത്തിലെ ഒരു മുതിർന്ന വ്യക്തിത്വമാണ് എതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ തിരുത്താനും അതേ മേഖലയിൽ നിന്നുള്ളവർ തന്നെ വേണം. പുകസായിൽ നിന്നുള്ള ചരിഞ്ഞ വ്യക്തിയും മുൻപ് ഒരു സത്യം അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞ് കുഴഞ്ഞുപോയ ആനന്ദന്മാരും സടകുടഞ്ഞെഴുന്നേറ്റു. അവർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതേസമയം എതിർ ശബ്ദങ്ങളും സാഹിത്യ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സവർണ സാഹിത്യത്തിന്റെ അപ്പോസ്തലനായ MTയെ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നതാണ് സഖാക്കൾ ചെയ്ത തെറ്റ്. അദ്ദേഹം ഇടതുവശം ചേർന്ന് നടക്കുകയാണ് എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ഇത്രനാളും തലയിലേറ്റി വാഴിച്ചത്. അദ്ദേഹത്തിന്റെ കഥകളിൽ ഒളിഞ്ഞുകിടക്കുന്ന വരേണ്യവർഗ സിദ്ധാന്തങ്ങൾ ചികഞ്ഞ് പരിശോധിക്കലാണ് ഇനി നമ്മളുടെ പണി. ആ സാഹിത്യത്തിലെ സംഘബന്ധങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനും കുട്ടി സഖാക്കന്മാർക്ക് വിതരണം ചെയ്യാനും ഒരു സമിതി തന്നെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം വരെ നേടിക്കഴിഞ്ഞതുകൊണ്ട്, ഇത്ര വയസ്സായതുകൊണ്ടും സ്ഥാനമാനങ്ങളുടെ കോക്കരി കാട്ടി പേടിപ്പിക്കാനും പറ്റത്തില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തെ ആരോപണ ശരങ്ങൾ കൊണ്ട് മൂടി നിശബ്ദനാക്കുക എന്നത് മാത്രമാണ്. പിന്നെ ഇനിയും ഇത്തരം വയസ്സായ സാഹിത്യകാരന്മാർക്ക് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ വന്നുകൂടായികയില്ല, അവർ വിളിച്ച് പറഞ്ഞുകൂടായികയില്ല. അതുകൊണ്ട് അത്തരക്കാരെ ഒതുക്കാൻ ഒരു നിയമം കൊണ്ടുവരാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്. സഖാവ് EP ജയരാജന്റെ ഉപദേശം ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്നതാണ്.
അതല്ലെങ്കിൽ ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്നവരുടെ എണ്ണം വല്ലാതെ അങ്ങോട്ട് കൂടും. അതേസമയം അങ്ങ് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് തടിച്ചു കുറുകി വെളുത്ത ഒരാൾ തൻ്റെ പകുതിയടഞ്ഞ കണ്ണുകളിൽ ഒളിപ്പിച്ച കുറുക്കൻ്റെ കൗശലം നിറഞ്ഞ പുഞ്ചിരിയോട് പറയുന്നുണ്ട്, നീ ഞാനാകുന്നുവെന്ന്. താങ്ക് യു.